ഇന്നലെ റിപ്പോർട്ടർ ടി വിയുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് പറഞ്ഞ പ്രോഗ്രാമിലെ ചർച്ചയ്ക്കുള്ള വിഷയം എന്ന് പറയുന്നത് PR യുദ്ധമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ PR യുദ്ധത്തിൽ സുനിൽ കനകോലൂരെ കുറിച്ചൊക്കെ അവർ വളരെ കൃത്യമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. കൂടാതെ PR ടീമുകൾ ചെയ്യുന്നത് എന്താണെന്ന് കൂടി പറഞ്ഞിരുന്നു. ഇതെന്താണെന്ന് പറഞ്ഞതിന് ശേഷം എനിക്കിതിലൊരു തമാശ കൂടി നിങ്ങളോട് പറയാനുണ്ട്. അതും കൂടി എനിക്ക് അരുൺകുമാറിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇന്നലെ രാത്രി ഞാനിത് കണ്ടപ്പോൾ തന്നെ ഞാൻ ചിരിച്ചു പോയിരുന്നു. അതെന്താണ് എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം ഇത് കേട്ടതിന് ശേഷം. ആദ്യത്തെ ഭാഗത്ത് സംസാരിക്കുന്നത് PR സുനിലാണ്. സുനിൽ നമുക്കറിയാലോ, അദ്ദേഹം ഡൽഹിയിൽ നിന്നായിരുന്നു. ഇപ്പോൾ അവരുടെ എഡിറ്റോറിയൽ ബോർഡിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം ഡൽഹിയിലാണ് സ്ഥിരതാമസമാക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം PR സുനിൽ ഇതൊക്കെ നിരന്തരമായി അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ഏറ്റവും ആദ്യത്തെ അഭിപ്രായം പറയുന്നുണ്ട്. അത് സുനിൽ കനകോലുവിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് ശേഷം ഒരു 19 മിനിറ്റും 16 സെക്കൻഡും ആകുമ്പോൾ വീണ്ടും അരുൺകുമാറും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ്. അത് രണ്ടും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കണം. അത് വാസ്തവമാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ മാധ്യമരംഗത്തു കൂടി ഉണ്ട് എന്നുള്ളത് പറയാതെ ഈ ചർച്ച നടത്തിയത് ശരിയായില്ല. അത് പൂർണ്ണമാകില്ല എന്നുള്ളത് കൂടി പറയാനാണ്. ഇത് രണ്ടും കേട്ടതിന് ശേഷം നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും. കാരണം നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു PR യുദ്ധം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ സുനിൽ കനകോലു എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അത് നമുക്ക് ഏറ്റവും ആദ്യമേ തന്നെ ഒന്ന് കേൾക്കാം. PR യുദ്ധമാണോ എന്നുള്ളത് സുനിലിന്റെ അടുത്ത് ചോദിക്കുകയാണ്. ഇനി സുനിലിന്റെ മറുപടി കേട്ടോളൂ. ആദ്യത്തെ കുറച്ച് സമയം മാത്രം നമ്മൾ കേട്ടാൽ മതി. കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു പേര് സുനിൽ കനകോലുവിന്റെ പേരാണല്ലോ. ഈ സുനിൽ കനകോലുവിന്റെ ഒരു വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. സുനിൽ കനകോലു ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യുക്തി കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകില്ല, പകരം വികാരങ്ങളാണ് തെരഞ്ഞെടുപ്പ് വിജയത്തെ നിർണ്ണയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിധിയെ നിർണ്ണയിക്കുന്നത് വികാരങ്ങളാണ്. ആ വികാരങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും, എങ്ങനെ ചൂഷണം ചെയ്യാൻ കഴിയും, അതാണ് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയം നിർണ്ണയിക്കുന്നത്. ഇന്നത്തെ കാലത്ത് തെരഞ്ഞെടുപ്പ് വിജയം എന്നത് അങ്ങനെയായി മാറുകയാണ്. നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 2014 നരേന്ദ്രമോദിയാണ് അത് രാജ്യത്ത് എല്ലാവർക്കും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തത്. നരേന്ദ്രമോദി ഇവിടെ ഒരു വിഷയമുള്ളത്, സുനിൽ പറഞ്ഞ ആദ്യത്തെ വാചകം കറക്റ്റാണ്. കാരണം യുക്തി കൊണ്ട് ചിന്തിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യുന്നൊരു കാലം വന്നാൽ യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ യുക്തി കൊണ്ടല്ല, പകരം ആളുകൾ ഇമോഷണലി കണക്ട് ചെയ്യുന്ന വിഷയങ്ങളും അതുപോലെ ഇമോഷണലി ഉണ്ടാകുന്ന ഒരു വികാര തള്ളിച്ചയിൽ നിന്നുമൊക്കെയാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതും അതുപോലെ വോട്ടുകൾ മാറി മറിയുന്നതും ഒക്കെ തന്നെ. അപ്പോൾ അതിൽ 2014 നരേന്ദ്രമോദിയാണ് ഇത് ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചത് എന്ന് പറയുന്നതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം യഥാർത്ഥത്തിൽ ഇതൊക്കെ നേരത്തെ മുതൽ തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് തുടങ്ങിയതാണ്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, നരേന്ദ്രമോദിയാണ് ഇത് കൂടുതലായിട്ട് കൊണ്ടുവന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അത് സുനിൽ അറിയാത്തതുകൊണ്ടായിരിക്കില്ല, സുനിൽ വിട്ടുപോയതായിരിക്കും. യഥാർത്ഥത്തിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ദിരാഗാന്ധി മരണപ്പെട്ടപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മം ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന് കോൺഗ്രസിന് ഉപദേശിച്ച ഒരു കമ്പനിയുണ്ട്. ആ കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ കൺസൾട്ടൻസി ഫേമാണ്. അതിൻ്റെ പേര് മെക്കൻസി എന്നാണ്. സുന്ദർ പിച്ചയൊക്കെ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. 85,000 കോടി ഡോളറോളം ടേൺ ഓവറുള്ള കമ്പനിയാണ്. അത്തരത്തിൽ വലിയ കമ്പനിയാണ്. നിരവധി രാജ്യങ്ങളിൽ ഓഫീസുള്ള കമ്പനിയാണ്. കമ്പനിയുടെ പേര് മെക്കൻസി എന്നാണ്. അപ്പോൾ അവർ അന്ന് മുതൽ തന്നെ ഇത് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ അദ്വാനിയും വാജ്പേയിയുടെ ഒക്കെ ഗവൺമെൻറ് ഇരുന്നപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വാജ്പേയി ഗവൺമെൻറ് കാലത്ത് ഇന്ത്യ ഈസ് ഷൈനിങ് എന്ന് പറഞ്ഞ് അദ്വാനിയും വാജ്പേയിയും ഒക്കെ നയിക്കുന്ന BJP ഗതിഗംഭീരമായിട്ടുള്ള ഒരു പ്രചരണം നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള പ്രചരണത്തിനൊന്നും വലിയ ഗുണം കിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. 2014 യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അത് കുറേ കൂടി എഫക്റ്റീവ്ലി ചെയ്തിരുന്നു. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ആശാ വർക്കേഴ്സിനെ കൊണ്ട് കോൺഗ്രസ് ഒക്കെ കേരളത്തിൽ സമരം നടത്തിച്ച പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി തീവ്രമായിട്ട് അണ്ണാ ഹസാരെയെ കൊണ്ട് അഴിമതിക്കെതിരെ മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിനെതിരെ ഒരു സമരം നടത്തിക്കാനുണ്ടായത്. അതിൻ്റെ ഗുണഭോക്താവായിട്ടുള്ളത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയും BJPയുമാണ്. രണ്ടാമത്തെ ഒരു ഗുണഭോക്താവ് എന്ന് പറയുന്നത് ഒരു സബ് പ്രൊഡക്റ്റ് കൂടി അതിൽ നിന്നുണ്ടായി. അതാണ് ആം ആദ്മി പാർട്ടി എന്നുള്ളത് മറന്നു പോകരുത്. ഇനി ബാക്കി നമുക്ക് പറയുന്നത് കൂടി കേട്ടതിന് ശേഷം ഒരു ഭാഗവും കൂടി എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാനുണ്ട് അരുൺ പറയുന്നത്. അതുകൂടി കേട്ടാലേ ഇത് പൂർണ്ണമാകുള്ളൂ. അതിനുശേഷം ഞാൻ എൻ്റെ കമൻറ്റുകളിലേക്ക് വരാം. PR ഏജൻസികൾ ഒരു വലിയ ബിംബമായി ഉയർത്തിക്കാട്ടി. നമുക്കറിയാലോ, അന്ന് ചായ് പേ ചർച്ച എന്നൊക്കെ പറഞ്ഞു വലിയ ചർച്ചയായിരുന്നു. പാവപ്പെട്ടവന്റെ നേതാവ്, പാവപ്പെട്ടവന്റെ പ്രധാനമന്ത്രി, അങ്ങനെ പാവപ്പെട്ടവൻ എന്തുകൊണ്ട് രാജ്യത്ത് പ്രധാനമന്ത്രി ആയിക്കൂടാ എന്നൊക്കെ അന്ന് PR ഏജൻസികൾ, ഈ പ്രശാന്ത് കിഷോറും സുനിൽ കനകോലുവും ഒക്കെയാണ് നരേന്ദ്രമോദിയെ അങ്ങനെ ഒരു ബ്രാൻഡാക്കി ഇന്ത്യയിൽ ഉയർത്തി കാണിച്ചത്. അന്ന് BJPക്ക് വേണ്ടി നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി പ്രവർത്തിച്ച സുനിൽ കനകോലു ആണ് ഇപ്പോൾ കേരളത്തിൽ
UDF-നെ അധികാരത്തിലെത്തിക്കാനായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഓരോ മണ്ഡലത്തിൽ ആര് സ്ഥാനാർത്ഥിയാകണം എന്നതടക്കം നിശ്ചയിക്കുന്നത് സുനിൽ കനകോലുവാണ്. അപ്പോൾ സുനിൽ കനകോലുവിന്റെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്. കേരളത്തിൽ ഓരോ നേതാക്കൾ എങ്ങനെ പ്രസംഗിക്കണം എന്ന് തീരുമാനിക്കുന്നത്, ഓരോ നേതാക്കൾ എങ്ങനെ നടക്കണം, എങ്ങനെ ചിരിക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ സഞ്ചരിക്കണം എന്നതൊക്കെ ഇപ്പോൾ തീരുമാനിക്കുന്നത് തന്നെയാണ്. VD സതീശന്റെ പ്രസംഗം കേട്ടാൽ നമുക്കറിയാം, ഓരോ 60 സെക്കൻഡ് വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന റീൽ പാകത്തിനാണ് ഇത് വളരെ കറക്റ്റാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, VD സതീശന്റെ പ്രസംഗങ്ങളെല്ലാം തന്നെ ഒരു 50 സെക്കൻഡിൻ്റെ റീലുകളാക്കി കട്ട് ചെയ്യാൻ കഴിയുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള പോർഷൻസും അതിൽ കൃത്യമായിട്ടുള്ള ഇമോഷൻസും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് ആ പ്രസംഗങ്ങൾ നടക്കുന്നത്. പക്ഷേ പ്രസംഗങ്ങളിൽ വലിയൊരു കുഴപ്പം കൂടി സംഭവിക്കുന്നുണ്ട്. കാരണം ഫാക്ച്വലി കറക്റ്റ് അല്ലാത്ത ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ കയ്യിലേക്ക് ആയുധം കൂടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സതീശൻ്റെ നുണമത്സരം എന്നുള്ള നിലക്കൊക്കെ DYFI വലിയ പ്രചാരം കൊടുക്കുകയും അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യുന്നത്. അതിനുശേഷം നുണേശൻ എന്ന് പറയുന്നതും സതീശൻ്റെ നുണ എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ പേജുകളൊക്കെ വരുന്നത് അതുകൊണ്ട് കൂടിയാണ്. പക്ഷേ സുനിൽ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. സതീശന്റെ ഓരോ പ്രസംഗവും അത് കൃത്യമായി അറിയാം. അതൊക്കെ കൃത്യമായി PR ഏജൻസികൾ നിർദ്ദേശിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഓരോ നേതാക്കന്മാരും ഇപ്പോൾ പ്രസംഗിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത്. മണ്ണിൽ ചവിട്ടി നിന്ന് സാധാരണ ജനങ്ങളുടെ വികാരങ്ങൾ നേരിട്ട് സ്ഥാനാർത്ഥികളോ നേതാക്കളോ അറിയുന്ന കാലം ഏതാണ്ട് അവസാനിക്കുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി സുനിൽ പറഞ്ഞതിനോട് ഏതാണ്ട് ചേർത്ത് വെച്ചിട്ടുള്ള ചില സംഭാഷണങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. അത് യഥാർത്ഥത്തിൽ നമ്മുടെ അരുൺകുമാർ തുടങ്ങുന്ന ഒരു ഭാഗമാണ്. അത് 19 മിനിറ്റും 16 സെക്കൻഡുമുള്ള ഒരു ഭാഗത്ത് അരുൺകുമാർ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൂടി കേട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് വരാം. In the ₹9 workshop that you're providing, what all do you cover? In ₹9 ഒരു പരസ്യം വന്നതാണ്, അതൊന്ന് പോയിക്കോട്ടെ. അതിനുശേഷം ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരുന്ന ദിവസങ്ങളിലും ആഴ്ചകളിലും നടക്കാൻ പോകുന്നതും ഒരു PR മഹായുദ്ധമാണ് എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. അത് ഭരണപക്ഷത്തുനിന്നുണ്ടാവും, അത് പ്രതിപക്ഷത്തുനിന്നുണ്ടാവും. അത് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതലായിരിക്കും. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, പ്രശാന്ത് കിഷോർ EPW എഴുതിയൊരു ആർട്ടിക്കിളിൽ 2014 തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിച്ചത്, 2019 തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിച്ചത് അത് വാട്സപ്പ് ഇലക്ഷൻ ആയിരുന്നു എന്നാണ്. പിന്നീട് 2024 ആയപ്പോഴേക്കും ആ വാട്സപ്പ് എന്നതിൽ നിന്ന് മാറി അത് കുറച്ചുകൂടി EPW എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു വീക്കിലിയാണ്. എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി എന്ന് പറയുന്ന ഒരു വീക്കിലിയാണ്. അതിലെഴുതിയിട്ടുള്ള ലേഖനത്തെക്കുറിച്ചാണ് ഈ പറയുന്ന അരുൺകുമാർ പറയുന്നത്. അതിൽ വളരെ കറക്റ്റാണ് അദ്ദേഹം പറയുന്നത്. 2019 ഇലക്ഷനെ ഈ പ്രശാന്ത് കിഷോർ വിശേഷിപ്പിച്ചത് വാട്സപ്പ് ഇലക്ഷൻ എന്നാണ്. പക്ഷേ 2024 ഇലക്ഷനിലേക്ക് വന്നപ്പോഴേക്കും അത് വളരെയധികം PR ഇൻവോൾവ് ചെയ്യുന്ന PRൻ്റെ തന്നെ ഒരു ഇലക്ഷനായി മാറിയിരുന്നു. പക്ഷേ വേൾഡിൽ 2024 അത് അരുൺകുമാർ പറഞ്ഞിട്ടില്ല, 2024 ലോകത്തിൽ ഏതാണ്ട് 50% പേർ വോട്ട് ചെയ്യാൻ പോയ ഒരു ഇലക്ഷനുകളാണ് ലോകമെമ്പാടും നടന്നത്. ആ ഇലക്ഷനുകളെല്ലാം തന്നെ അറിയപ്പെടുന്നത് ടിക്ടോക്ക് ഇലക്ഷൻസ് എന്നാണ്. ബാക്കിയുള്ളത് കൂടി നമുക്ക് കേൾക്കാം. പ്രൊഫഷണലായ PR വർക്കായിട്ട് മാറുന്നത് നമ്മൾ കണ്ടു. പലതരം ഏജൻസികൾ പലതരം സ്ട്രാറ്റജികൾ മെനഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ സഹായിക്കാൻ വരുന്നു. പണ്ട് BJPക്ക് ഗുണമായിരുന്നവർ പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്നതും ഐപാക്കിനെ സഹായിക്കുന്നതും കണ്ടു. തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം നിന്നവർ ഐപാക്ക് എന്ന് പറഞ്ഞാൽ പ്രശാന്ത് കിഷോർ അസോസിയേറ്റ് ചെയ്തിരുന്ന സ്ഥാപനമാണ്. ആ ഐപാക്ക് നരേന്ദ്രമോദിയിൽ നിന്ന് വിടുകയും അതിനുശേഷം നമുക്കറിയാം DMKക്കും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനും ഒക്കെ വേണ്ടി ഏറ്റവും ലാസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിപ്പിച്ചത്. അതിനുശേഷം ബീഹാറിൽ അദ്ദേഹം ഒരു പാർട്ടി തന്നെ സ്വന്തമായി തുടങ്ങിയിരുന്നു. പക്ഷേ പാർട്ടിക്ക് അത്ര വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. നല്ല രീതിയിൽ അവർ വോട്ട് പിടിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പിന്നീട് JDUവിനോടൊപ്പം വരുന്നത് കണ്ടു. അവിടെ നിന്ന് പിന്നീട് അവർ സ്വന്തമായിട്ട് പാർട്ടി രൂപീകരിക്കുന്നത് കണ്ടു. പ്രശാന്ത് കിഷോറിനോടൊപ്പം ഉണ്ടായിരുന്നവർ പിന്നീട് ഐപാക്കിൽ നിന്നും സുനിൽ കനകോലു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒപ്പം ചേരുന്നത് കണ്ടു. അങ്ങനെ വിവിധ PR ഏജൻസികൾ വലിയ തുക ഈടാക്കി PR ഏജൻസികൾ രാഷ്ട്രീയത്തിന്റെ തന്ത്രങ്ങൾ മെനയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ 3 കാര്യങ്ങൾ പ്രധാനമായും പറയാം. ഒന്ന്, എങ്ങനെയാണ് ഈ PR ഏജൻസികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. 2, ഇപ്പോഴത്തെ ചർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണമായ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സന്ദേശം അയക്കുന്നതിൽ നിയമവിരുദ്ധതയുണ്ടോ. 3ാമത്തെ കാര്യം, ആരോഗ്യ മേഖലയെ ചുറ്റിപ്പറ്റി ഇപ്പോൾ നടത്തുന്ന വലിയ പ്രചരണത്തിന് പിന്നിലെ വാസ്തവം എന്താണ്. ഈ 3 കാര്യങ്ങളാണ് ചുരുങ്ങിയ സമയത്തുള്ളിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം, ഈ പ്രചരണത്തിനൊരു രീതിയുണ്ട്. മാധു, സുനിൽ നേരത്തെ പറഞ്ഞതുപോലെ സുനിൽ കനകോലു പറയുന്നത് യുക്തിയല്ല, പകരം നിങ്ങൾ വികാരത്തെയാണ് ഇളക്കേണ്ടത് എന്നുള്ളതാണ്. യുക്തി അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചില പാർട്ടികൾ തോറ്റുപോകാനുള്ള സാധ്യതയുണ്ട്. യുക്തിയുടെ അളവ് പോലും വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ വന്ന വികസനത്തെക്കുറിച്ച്,
നിങ്ങളുടെ വീട്ടിൽ വന്ന വരുമാനത്തിന്റെ വർധനവിനെ കുറിച്ച്, നിങ്ങളുടെ കുട്ടികൾ മികച്ച സ്കൂളിൽ പഠിക്കുന്നതിനെ കുറിച്ച്, നിങ്ങളുടെ ചെറുപ്പക്കാർ മികച്ച ഗവേഷണ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുകയും മികച്ച സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനെ കുറിച്ച്, നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യ വിമുക്തമായതിനെ കുറിച്ച്, വീട്ടുപടിക്കൽ സേവനങ്ങൾ എത്തുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. യുക്തിയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും യുക്തിയെ നിങ്ങൾ അഡ്രസ് ചെയ്യരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? പകരം വികാരത്തെ അഡ്രസ് ചെയ്യണം. വികാരത്തെ അഡ്രസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കുറുക്കുവഴി എന്താണെന്ന് അറിയാമോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഏതെങ്കിലും ഒരു വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ചയിലെ ഒരു വൈകാരികമായ രംഗത്തെ തൊടുക. പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ് കിട്ടാൻ. വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഉഷാ ജോസഫിനെ പോലെ, വേണുവിനെ പോലുള്ള ഇൻസിഡന്റുകൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരുന്നത്. പക്ഷെ അതൊന്നും ഉഷാ ജോസഫിൻ്റെ വേണുവിൻ്റെ ഇൻസിഡൻറ്റ് പറഞ്ഞത് രണ്ടും ഹോസ്പിറ്റലുകളിൽ നടന്നിട്ടുള്ള ദാരുണമായിട്ടുള്ള സംഭവമാണ്. വേണുവിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ കേട്ടിരുന്നു. ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്തിട്ടുള്ള വോയിസ് ക്ലിപ്പ്. അതായത് ഈ ഹോസ്പിറ്റലുകളായിരിക്കും ഉത്തരവാദി, എനിക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടിയില്ലെങ്കിൽ എന്നുള്ളത്. അത് ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. അതുപോലെ തന്നെ ഉഷാ ജോസഫിൻ്റെ കേസിലും നമുക്കറിയാം, ഇപ്പോൾ 5 കൊല്ലമായി 2021 ഒരു ശസ്ത്രക്രിയ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടത്തുകയും വയറ്റിൽ ഒരു കത്രിക എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ മറ്റേ ഉപകരണം, അത് വയറ്റിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. അതൊക്കെ അരുൺകുമാർ പറയുന്നത് കറക്റ്റ് തന്നെയാണ്. ഏതാണ്ട് 2.5 ലക്ഷത്തോളം ശസ്ത്രക്രിയ, മേജർ ശസ്ത്രക്രിയ നടത്തുമ്പോഴും ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രോഗികളെ ചികിത്സിക്കുമ്പോഴൊക്കെ ഏതാണ്ട് 43ഓളം വരുന്ന പരാതികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ പരാതി തന്നെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ ലെവൽ തന്നെ കേരളത്തിൽ വളരെ കുറവാണ്. ഞാൻ യഥാർത്ഥത്തിൽ അതൊക്കെ വീഡിയോ എടുത്ത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കൂടുതൽ ജനങ്ങളിലേക്ക് എത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? വികാരങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ കമ്പോളമാണ്. നേരത്തെ സുനിൽ പറഞ്ഞിരുന്നല്ലോ, അതായത് വികാരങ്ങളെയാണ് നമുക്ക് ഉത്തേജിപ്പിക്കാൻ കഴിയേണ്ടത്, എങ്കിൽ മാത്രമേ ഇലക്ഷൻ ജയിക്കാൻ കഴിയൂ. അല്ലാതെ യുക്തിപരമായി ഇലക്ഷൻ നേരിട്ടാൽ നമുക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ എക്സ്റ്റൻഷനാണ് ഇപ്പോൾ പറഞ്ഞത്. വികാരങ്ങളെയാണ് ഉത്തേജിപ്പിക്കേണ്ടത്. പക്ഷേ അങ്ങനെ വികാരങ്ങൾ ഉത്തേജിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം വിശ്വാസമാണ് എന്നാണ് അരുൺ പറഞ്ഞു വരുന്നത്. ബാക്കിയുള്ളത് കൂടി കേൾക്കാം. ആ വിശ്വാസത്തിന്റെ കമ്പോളമാണ് കേരളത്തിൽ പ്രതിപക്ഷം വലിയ ആയുധമാക്കി മാറ്റുന്നത്. നോക്കൂ, തന്ത്രപരമായി ഇപ്പൊ തന്ത്രിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. തന്ത്രിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള യുദ്ധമാണ്. പോറ്റിയെ മുൻനിർത്തിക്കൊണ്ടുള്ള യുദ്ധം എന്താ അവസാനിപ്പിച്ചത്? കാര്യം യുക്തിപരമായി ചില കാര്യങ്ങൾ മറുപക്ഷം ചോദിച്ചു തുടങ്ങിയപ്പോ പാട്ട് തന്നെ പൊടിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോ ഇനി തന്ത്രിയെ മുൻനിർത്തിക്കൊണ്ട് ഹിന്ദു വികാരത്തെ ഉണർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തന്ത്രത്തിലേക്ക് മാറുന്നു. സാധാരണ രീതിയിൽ നമ്മൾ ഈ PR സ്ട്രാറ്റജികളെ കുറിച്ച് പഠിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രശാന്ത് കിഷോറിനെയും സുനിൽ കനകോലുവിനെയും നോക്കിയാൽ പ്രധാനമായിട്ടും 3 ആക്സിസിലാണ് അവ പ്രവർത്തിക്കുന്നത്. അതിലൊന്ന്, ഈ ഗ്രാസ് റൂട്ട് എൻഗേജ്മെന്റ് പരമാവധി ഉറപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റൂ. അല്ലാതെ എത്ര കള്ളക്കഥകൾ ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ല. നോക്കൂ, ഇവിടെ ഗ്രാസ് റൂട്ട് മാനേജ്മെന്റിൽ സാധാരണക്കാരനെ തൊടുന്ന രീതിയിൽ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഏതാണെന്ന് മനസ്സിലായോ? ആശാവർക്കർമാരെ മുൻനിർത്തി. നോക്കൂ, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പിച്ച് ചെയ്തത് ഇന്നല്ല. പകരം ആശാവർക്കർമാരെ സമരത്തിന് മുന്നിൽ അണിനിരത്തിയത് ദാറ്റ് വാസ് എ സ്ട്രാറ്റജി. നോക്കൂ, നേരിട്ട് കോൺഗ്രസിന്റെ ആൾക്കാരല്ല അവിടെ ഉണ്ടായിരുന്നത്. SUCയുമായി ബന്ധപ്പെട്ട നേതാക്കളാണ് അതിന് നേതൃത്വം നൽകിയത്. പിന്നീട് മറ്റെല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അതിനോടൊപ്പം ചേരുന്നത് കണ്ടു. അതിനെ UDF ആണ് പിന്തുണച്ചത്. അതിനെ കോൺഗ്രസ് ആണ് ആദ്യം പിന്തുണച്ചത്. പിന്നീട് സുരേഷ് ഗോപിയൊക്കെ പന്തലിൽ വന്ന് പോകുന്നത് നമ്മൾ കണ്ടു. ഇന്നും നോക്കൂ, ആശാവർക്കർമാർ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രചരണത്തിൽ ഇറങ്ങിയത്? UDFിന് വേണ്ടിയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ ഇറങ്ങിയത്. ഇക്കുറിയും ഈ സർക്കാരിനെതിരെ പ്രചരണത്തിൽ ഇറങ്ങുമെന്ന് പറയുന്നു. ഇപ്പൊ ഗ്രാസ് റൂട്ട് മാനേജ്മെന്റ് ബാക്കി എന്താ ആൾക്കാരെ പിടിക്കാൻ പറ്റും? ഇപ്പൊ തൊഴിലുറപ്പ് തൊഴിലാളികളെ പിടിക്കാൻ എന്താ കോൺഗ്രസിന് പറ്റാത്ത? തൊഴിലുറപ്പ് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിതത്തെ നിശ്ചയിക്കുന്ന അടിസ്ഥാനപരമായ ഒരു തൊഴിൽ നിയമ ഭേദഗതി BBG റാംജി ബിൽ കേന്ദ്ര പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അങ്ങ് ജർമ്മനിയിൽ BMW സ്കൂട്ടർ ഓടിച്ച് കളിക്കുന്ന തിരക്കിലായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇന്നിപ്പോ CPMന്റെ ഇടതുപക്ഷത്തിന്റെ ഫോണിലാണ് കേരളത്തിൽ. കാരണം അവർക്കറിയാം, തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട നിയമ ഭേദഗതികൾ സമർപ്പിച്ചത് അന്ന് CPM കൂടി ഭാഗമായിരുന്ന UPSC സമരം പ്രഖ്യാപിച്ചിട്ട് ഇതുവരെ കോൺഗ്രസ് നടത്തിയിട്ടില്ല. അതേ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു സമരം, കേരളത്തെ ഇളക്കി മുറിച്ചുകൊണ്ടൊരു സമരം കോൺഗ്രസ് നടത്തിയിട്ടുണ്ടോ? അത് ഗ്രാസ് റൂട്ട് എൻഗേജ്മെന്റ് വേണമെങ്കിൽ നിങ്ങൾ കർഷകരിലേക്ക് പോകണം. കർഷകരിലേക്ക് പോകാൻ പറ്റുമോ? കോൺഗ്രസിന് 91 ഉദാരവൽക്കരണ നിയമം നടപ്പിലാക്കിയ മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്, ASEAN കരാറുമായി ബന്ധപ്പെട്ട ഉടമ്പടികൾ വെച്ച സർക്കാരിന് കേരളത്തിലെ കർഷകരുടെ കാര്യത്തിൽ, ഇന്ത്യയിലെ കർഷകരുടെ കാര്യത്തിൽ നേരിട്ടിറങ്ങാൻ പറ്റൂ. എന്നിട്ടും കാർഷിക വിരുദ്ധ നിയമങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധി സമരം ചെയ്തു. പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ടാണ് കർഷകരെ സംഘടിപ്പിക്കാൻ പറ്റാത്തത്? അവർ ഓർഗനൈസ്ഡ് ആണ്, വെൽ ഓർഗനൈസ്ഡ് വിത്ത് ലെഫ്റ്റ് ആണ്. നിങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്തുകൊണ്ട് സംഘടിക്കാൻ പറ്റുന്നില്ല? അവരും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നവരാണ്. അരുൺകുമാർ അവർ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് മാത്രമല്ല, അതുപോലെ ASEAN കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് മാത്രമല്ല, യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു സമരം കോൺഗ്രസ് ടേക്കപ്പ് ചെയ്താൽ
അത് സ്ട്രാറ്റജിക്കലി വളരെ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായി പോകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതൊരു കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള സമരമായിരിക്കും. അല്ലാതെ തൊഴിലുറപ്പ് സമരം സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെ ആകാൻ കഴിയില്ല. നേരത്തെ അരുൺകുമാർ പറഞ്ഞത് കറക്റ്റാണ്. ആശാ സമരത്തിൻ്റെ കാര്യത്തിൽ അത് ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം UDF പിച്ച് ചെയ്തിട്ടുള്ള സമരമാണ്. എല്ലാ ദിവസവും തന്നെ VS ശിവകുമാറും അതുപോലെ രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ ഓരോരുത്തരായി ആ ആശാ സമരത്തിൽ വന്നു പോയിട്ടുള്ളതാണ്. കാരണം വളരെ കൃത്യമായി UDF ഫണ്ട് കൊടുത്ത് UDF കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു സമരമാണത്. ആ കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. ബാക്കിയുള്ള ഒരു ചെറിയ പോർഷൻ കൂടി കേട്ടിട്ട് ഞാൻ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാസ് റൂട്ട് മാനേജ്മെന്റിൽ നിൽക്കുന്ന ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കണം. അതിന് കണ്ടെത്തി ഏറ്റവും മനോഹരമായ വഴിയാണ് ആശാ വർക്കർമാർ എന്നുള്ളത്. അത് ഏറെക്കുറെ ഉണ്ട്. പക്ഷേ നോക്കൂ, ഇടത് സംഘടനയേക്കാൾ ഏറ്റവും കൂടുതൽ മാധ്യമ ഫോക്കസ് കിട്ടിയത് ആ സമരത്തിനാണ്. അവർ ഗ്രാസ് റൂട്ട് മാനേജ്മെന്റ് എന്നുള്ളത് അവർക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു വഴിയാണ്. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഒരു എക്സാമ്പിൾ. രണ്ടാമത്തെ പ്രൊഫഷണലൈസേഷൻ തലത്തിലേക്ക് ലക്ഷ്യയിൽ കനകോലുവിന്റെ മുഴുവൻ റിപ്പോർട്ടും ഞാൻ വായിച്ചു. എങ്ങനെയാണ് ലക്ഷ്യയിൽ കനകോലു ആ പ്രസന്റേഷൻ ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ രീതിയിലുള്ള വേരിയബിളുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് യഥാർത്ഥത്തിൽ ഇവരെ സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബൂത്ത് തലം മുതൽ ചില മണ്ഡലങ്ങളിൽ എടുത്തിട്ടുണ്ട്. ക്രിസ്ത്യൻ ഡൊമിനേഷൻ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ ഇത്തവണ എങ്ങനെയാണ് വോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് 2010 തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതലുള്ള ഡാറ്റ ഇവരുടെ കയ്യിലുണ്ട്, കനകോലുവിന്റെ കയ്യിലുണ്ട്. അത്രയും ഡാറ്റ ഡ്രിവൺ ആയി ഡാറ്റ ഏറ്റവും കൂടുതലുള്ളവർ ഡാറ്റ കോറിലേറ്റിംഗ് 2010 ഇലക്ഷനും 11 നിയമസഭാ ഇലക്ഷനും, 2015 തദ്ദേശ ഇലക്ഷനും 16 നിയമസഭാ ഇലക്ഷനും, 2020 തദ്ദേശ ഇലക്ഷനും 21 നിയമസഭാ ഇലക്ഷനും, ഇത് തമ്മിലുള്ള കോറിലേഷനും വേരിയേഷനും വെച്ച ഓരോ മണ്ഡലത്തിലെയും ഭൂരിപക്ഷം കൂടുതലുള്ള ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ഈ കോൺഗ്രസിന് വോട്ട് കൂടിയിട്ടുണ്ടോ, അവിടെ LDF വോട്ട് കൂടിയിട്ടുണ്ടോ, എന്നിട്ടാണ് അവർ നിരീക്ഷണത്തിലെത്തിയത്. ക്രൈസ്തവ മേഖലകളിൽ വലിയ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ UDF പറ്റിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? അതിൽ നിന്നൊരു സ്ട്രാറ്റജി ഉണ്ടാക്കും. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തണം. വളരെ പെട്ടെന്ന് സീറോ മലബാർ സഭയിലേക്ക് പ്രതിപക്ഷ നേതാവ് പോയത്, സിനഡിലേക്ക് പോയത് നമ്മൾ കണ്ടതല്ലേ. JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ച പെട്ടെന്ന് ഉയർന്നു വന്നത് നമ്മൾ കണ്ടതല്ലേ. ഇതും വളരെ കറക്റ്റാണ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായിട്ടുള്ള ചർച്ച ഉയർന്നു വരാൻ ഇതൊരു കാരണമാണ്. അതിലൊന്നും എനിക്ക് യാതൊരു തർക്കവുമില്ല. ഒരു ചെറിയ കാര്യം മാത്രമേ അരുൺകുമാർ ഉറപ്പെടുത്താനുള്ളൂ. അത് ഞാൻ വഴിയെ പറയാം. കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗം പോകുന്നു എന്ന വ്യാഖ്യാനം വന്നത് കണ്ടതല്ലേ. ഈ കനകോലു റിപ്പോർട്ടിന് ശേഷമാണ്, ചുമ്മാതല്ല. അപ്പോ സോണിയാഗാന്ധിയുമായി ഡൽഹിയിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഇതെല്ലാം വരുന്നത് എങ്ങനെയാണ്? കനകോലു റിപ്പോർട്ട് വരുന്നതിന് ശേഷം സ്ട്രാറ്റജികൾ രൂപീകരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നറേറ്റീവ് ബിൽഡിംഗ്. പ്രതിപക്ഷ നേതാവ് തന്നെ വാക്ക് അറിയാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ നറേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പിയർ ടേം. അതൊരു PR ടേമാണ്, അതൊരു പൊളിറ്റിക്കൽ ടേം അല്ല. കാര്യം ഒരു നറേറ്റീവിനെ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് PR-ന്റെ ജോലി. വാൾട്ടർ ലിബ്മാനെ പോലെയുള്ള വലിയ പ്രൊഫഷണലിസ്റ്റുകൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു ആഖ്യാനം സൃഷ്ടിച്ചെടുത്ത് പബ്ലിക് ഒപ്പീനിയനെ സ്വാധീനിക്കുന്നതാണ് ജനാധിപത്യത്തിലെ കല. യുദ്ധത്തിന് സമാന്തരമായി അപ്പൊ ആ നറേറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പ്രതീതി നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ആഖ്യാനം ഉണ്ടാക്കലാണ് നറേറ്റീവ്. ഇവിടെ എന്താ നറേറ്റീവ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ സർക്കാരിനെ പിടിക്കാനുള്ള നറേറ്റീവ് എന്താ? ഈ സർക്കാരിനെ തോൽപ്പിക്കാനുള്ള നറേറ്റീവ് എന്താ? ഭരണം മോശമാണ് എന്ന് വരുത്തി തീർക്കണം. പക്ഷെ അടിസ്ഥാനമായി നിങ്ങൾ ഏതെങ്കിലും വകുപ്പ് എടുത്തു നോക്കൂ. ഏതെങ്കിലും ഒരു വകുപ്പ്, നമുക്ക് ശരിയാണ് വനം വന്യജീവി വകുപ്പ്, അതല്ലെങ്കിൽ ചില സമയങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ ചില വിഷയങ്ങൾ നമ്മൾക്ക് കണ്ടിട്ടുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഏതെങ്കിലും വകുപ്പിനെ കുറിച്ച് വ്യാപകമായ രീതിയിലുള്ള പരാതി നിങ്ങൾ കണ്ടിട്ടില്ല. അവിടെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗവേണൻസിനെതിരെ ഒരു വകുപ്പിനെ ഫോക്കസ് ചെയ്യണം. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന ആരോഗ്യ വകുപ്പ്. ആഭ്യന്തര വകുപ്പിനെ നോക്കൂ, അത് ആ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ സൃഷ്ടിക്കുന്നതാണ്. അത് നമ്മളടക്കം പറഞ്ഞു, അത് നരേറ്റീവ് അല്ല, ദാറ്റ്സ് എ റിയാലിറ്റി. പക്ഷെ നരേറ്റീവായിട്ട് കൊണ്ടുവന്ന എവിടെ? അതവരെ വിട്ടു. അതുകൊണ്ട് ഇത് കണ്ടുപിടിച്ചില്ല. ഇപ്പൊ നോക്കൂ, പോലീസ് അല്ലല്ലോ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്, വനവന്യജീവി വിഷയമല്ലല്ലോ മുന്നോട്ട് വയ്ക്കുന്നത്. ആഖ്യാനം എവിടെയാ പോയി നിൽക്കുന്നത്? ശബരിമല സഭക്കുള്ള കുമാർ പറഞ്ഞത് അങ്ങനെ വകുപ്പുകൾ എടുത്ത് പറയാൻ കഴിയില്ല എന്നാണ്. അല്ല, ആ വകുപ്പുകൾ നോക്കൂ. വകുപ്പുകളിൽ ആഭ്യന്തര വകുപ്പ്, വനവന്യജീവി വകുപ്പ്, ചില വകുപ്പുകളെ നോക്കിക്കഴിഞ്ഞാൽ അത് പൊതു അസംതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്ന ചില വകുപ്പുകളുണ്ട്. പക്ഷെ ബാക്കിയുള്ള വകുപ്പുകളെ നോക്കൂ. ഏതെങ്കിലും ഒരു വകുപ്പ് മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം നിലവിലുണ്ടോ? നിലവിൽ ഒരു വകുപ്പ് മന്ത്രിക്കെതിരെ, ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം? ഇതിൽ അരുൺകുമാർ പറഞ്ഞു എന്ന് ഒറ്റ കാര്യമുള്ളൂ. അതായത് ആഭ്യന്തര വകുപ്പിൽ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ നമുക്കറിയാം വനം വന്യജീവി വകുപ്പുകളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അതായത് കോൺഗ്രസ് എടുത്തില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതൊന്നും എടുക്കാതെ യഥാർത്ഥത്തിൽ വൈകാരികമായ ആളുകളെ കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്നുള്ള നിലക്കാണ് വയറ്റിൽ കത്രിക കൊടുക്കുന്നതും അവിടെ അപ്പോൾ വലിയ തോതിലുള്ള വേദന അവർ അനുഭവിക്കുന്നതുമായിട്ടുള്ള വൈകാരിക പ്രശ്നങ്ങൾ അതെടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ജനങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞതൊക്കെ അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. അത് നേരത്തെ തന്നെ ഞാനൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം,
അരുൺകുമാർ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരികയായിരുന്നു. അതാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ വൈകാരിക കച്ചവടം തന്നെയാണ് അരുൺകുമാറും അതുപോലെ മാധ്യമങ്ങളും ഒക്കെ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഞാൻ അരുൺകുമാർ തെറ്റു പറയുന്നില്ല. കാരണം നിങ്ങളൊരു കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സാണ്. സ്വാഭാവികമായിട്ട് ഒരു ബ്രേക്ക് ഈവൺ ആവണം, അതിൽ നമ്പർ 1 ആകണം, വരുമാനം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ പണി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷിരൂരിൽ അപകടമുണ്ടായി, ഒരു ലോറിയും അതിൻ്റെ ഡ്രൈവറെയും ഒക്കെ കാണാതായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു 5, 6, 7 ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ മരിച്ചിട്ടുണ്ടാകും എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. പക്ഷേ എങ്കിലും അന്വേഷണം നടത്തേണ്ടതാണ്, സെർച്ച് നടത്തേണ്ടതാണ് എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷെ അതൊരു ഈവൻ്റ് ആക്കി എങ്ങനെയാണ് മാറ്റിയത്, അത് കുറേ കൂടി ആളുകളിലേക്ക് കണക്റ്റഡ് ആകുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, വൈകാരികമായി ഇമോഷണലി ഒരു വാർത്ത കണക്റ്റഡ് ആവേണ്ടതുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് അരുൺകുമാർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 24-നെ മലർത്തിയടിച്ച് അദ്ദേഹത്തിന് ഇതിൽ 2ാം സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞത്, ഇടയ്ക്കെങ്കിലും 1ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും, ആ ഷിരൂരിലെ ലോറി അപകടവുമായി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇവർ മാക്സിമം അതിലൊരു ഇമോഷണൽ ടച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. യഥാർത്ഥത്തിൽ വിവരം കിട്ടിയിട്ടുള്ള ഒരു യൂട്യൂബർ, ഒരു പെൺകുട്ടി, അദ്ദേഹത്തിൻ്റെ മകളുടെ അടുത്ത് തന്നെ അച്ഛൻ എവിടെ എന്നൊക്കെ ചോദിച്ച് വീണ്ടും ഒരു ഇമോഷണൽ കണ്ണീരണിയിച്ച് ഇത് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. കൈരളി TV-യിൽ ജോൺ ബിട്ടാസിൻ്റെ പേനയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ഷോ ഉണ്ടായിരുന്നു. ആ ഷോയിൽ ജോൺ ബിട്ടാസ് എപ്പോഴും പറയായിരുന്നു, അത് താങ്കളുടെ ഒരു മാർക്കറ്റുമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പാണ് ആ ഷോ എന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ റേറ്റ് കിട്ടാനായിട്ട് പലപ്പോഴും വരുന്ന ആളുകളെ കരയിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് വലിയ തോതിലുള്ള റീച്ച് ആ പരിപാടിക്ക് ഉണ്ടാക്കിയെടുത്തത് അദ്ദേഹം. സിദ്ദിഖ് ലാൽ ഒരു തവണ ആ പ്രോഗ്രാമിന് വന്നിരുന്നിട്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ ആളുകളുടെ കണ്ണ് കറയിച്ച് റീച്ച് കൂട്ടാനുള്ള പരിപാടിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ചെയ്തത്. അത് കുറച്ചുകൂടി ഭീകരമായിട്ടുള്ള മാരകമായിട്ടുള്ള വേർഷനാണ് അരുൺകുമാറൊക്കെ ചെയ്തത്. കാരണം അരുൺകുമാറിന് ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ള ഒരു രംഗം എന്ന് പറയുന്നത്, അവിടെ അരുൺകുമാർ ഒരു പട്ടിയെ കാണുന്നു. ആ പട്ടിയെ എങ്ങനെ അരുൺകുമാർ കണ്ടന്റ് ആക്കി എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ആ പട്ടിയെ അരുൺകുമാർ പറയുന്നത്, ഈ പട്ടി ഏതെങ്കിലും ഒരു വീട്ടിൽ വളരെ സസുഖം നന്നായി ജീവിച്ചിട്ടുണ്ടാവാം, പക്ഷെ അവൻ എന്ത് ചെയ്തിട്ടുണ്ടാവാം, അവൻ്റെ ഉടയരും ബാക്കിയുള്ളവരും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവാം, ഈ മണ്ണിടിച്ചിൽപ്പെട്ട് ചിലപ്പോൾ അവരൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ സങ്കടങ്ങളിൽ അവനിപ്പോൾ അലഞ്ഞു തിരയുകയായിരിക്കാം. എവിടെയെങ്കിലുമൊക്കെ വളരെ സുന്ദരമായി ജീവിക്കേണ്ട ഒരാളാണ് ഇതുപോലെ തെരുവോരത്ത് നമ്മുടെ ഒപ്പം ഇരിക്കേണ്ടി വരുന്നത്. ഇവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിവൈകാരികമായിട്ടുള്ള പ്രകടനം അരുൺകുമാർ നടത്തിയത് ഞാൻ കണ്ടിരുന്നു. എനിക്കന്ന് വലിയ ബഹുമാനം തോന്നി. കാരണം ബീയിങ് എ ബിസിനസ് എന്നുള്ള നിലക്ക് അരുൺകുമാർ ആ ബിസിനസ് എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഏതാണ്ട് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളുമൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി പറഞ്ഞതിനോടൊന്നും എനിക്ക് യാതൊരുവിധ എതിർപ്പുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ UDF-ൻ്റെയും LDF-ൻ്റെയും ഒക്കെ പ്രകടനത്തിലും എല്ലാം കാണുന്നത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിൽ ആളുകളുമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ വസ്തുതകൾ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അരുൺകുമാർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വൈകാരികതയുടെ കച്ചവടം യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാർ മാത്രമല്ല മാധ്യമങ്ങൾ കൂടി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് താങ്കളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഒരു വിരൽ മറ്റുള്ളവരുടെ നേരെ ചൂണ്ടുമ്പോൾ 3 വിരലുകളും ബാക്കി 4 വിരലുകളും അവനവൻ്റെ നെഞ്ചത്തേക്ക് തന്നെയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പ്രിയപ്പെട്ട അരുൺകുമാറിനോട് പറയാനുള്ളൂ.